Hi, hello, my dear students, my dear children. We are starting a new revision class. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഒരു പുതിയ റിവിഷൻ ക്ലാസ്സിലേക്ക് വരികയാണ്. നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു 12th റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ നടത്താൻ പോകുന്നത്. 11ഓളം ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളത് വ്യൂ ചെയ്യണം. കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം, ഉത്തരങ്ങൾ പരിചയപ്പെടാം. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പ്രയോജനപ്പെടും. നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ടീച്ചർ പ്രത്യേകം അതിനെ ആശംസിക്കുന്നു. നമ്മൾ ഏറ്റവും പ്രോബബിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ നമ്മുടെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് പോകാം. നമുക്കൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രിയപ്പെട്ട കുട്ടികളെ, അതിനകത്ത് നമുക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ 53rd 53ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. Why was the integration of princely states into the Indian Union considered a challenging mission? Analyze and justify conclusion. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. അത് പല രൂപത്തിൽ ആ ചോദ്യം വരുമെന്നല്ല, ശരിയാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ആസ് എ ഹോൾ മീനിങ് ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് ഉള്ളത് വളരെ ഒരു ചലഞ്ചിങ് മിഷനായിരുന്നത്? അതെന്തുകൊണ്ടാണ് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ എഴുതുക. അതായത് നമ്മൾ അതിൻ്റെ സ്കോർ നോക്കിയിട്ട് നമ്മുടെ ആൻസറിൻ്റെ ലെങ്ത് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഒരു 4 മാർക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിക്കേ, ആൻസറിൽ എന്തൊക്കെ വരണം. നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിക്കോണം. ഫോളോയിങ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 which allowed the 565 states to join either India or Pakistan or remain independent. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് 3 കാര്യങ്ങൾ അവർക്ക് ചൂസ് ചെയ്യായിരുന്നു. ഐദർ ദേ ക്യാൻ ജോയിൻ ഇന്ത്യ ഓർ ദേ ക്യാൻ ജോയിൻ പാകിസ്ഥാൻ ആൻഡ് ദേ ക്യാൻ റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ 565 നമ്മുടെ ലോക്കൽ രാജ്യങ്ങൾക്ക് 3 ഓപ്ഷനാണ് കൊടുത്തിരുന്നത്. അത് നമ്മൾ ആദ്യം എഴുതുക. ഓക്കെ, അപ്പോൾ അവരെ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. ദിസ് ചലഞ്ചിങ് മിഷൻ വാസ് സക്സസ്ഫുള്ളി അക്കംപ്ലിഷ്ഡ് ബൈ എ ടീം ലെഡ് ബൈ ഹോം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് VP മേനോൻ. അപ്പോൾ നമ്മുടെ അയൺമാനെ കുറിച്ച് അവിടെ പറയുക. ഈ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്, ഈ ചലഞ്ചിങ് മിഷൻ ഏറ്റെടുത്തത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലീഡർഷിപ്പിൽ ഒരു ടീമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ, ഹി വാസ് ദ ഹോം മിനിസ്റ്റർ ആൻഡ് ഹിസ് സെക്രട്ടറി VP മേനോൻ. ദേ urged states to sign the instrument of accession. They prepare an instrument of accession. അങ്ങനെ ഒരു പേപ്പർ അവർ പ്രിപ്പയർ ചെയ്തു. ആൻഡ് ദേ urged states to sign. ഓരോ സ്റ്റേറ്റും വിസിറ്റ് ചെയ്ത് അതിൽ സൈൻ ചെയ്യാനായിട്ട് അവർ ആ സ്റ്റേറ്റുകളെ, പ്രിൻസിലി സ്റ്റേറ്റുകളെ അവർ എർജ് ചെയ്തു. ദേ എർജ്ഡ്. വൈൽ മോസ്റ്റ് ഓഫ് ദം ജോയിൻ ദ റൂളേഴ്സ് ഓഫ് ജുനഗഡ്, കാശ്മീർ ആൻഡ് ട്രാവൻകൂർ ആൻഡ് ഹൈദരാബാദ് ഇനീഷ്യലി റെഫ്യൂസ്ഡ്. അപ്പോൾ 4 പ്രിൻസിലി സ്റ്റേറ്റുകളുടെ കാര്യം അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുക. ഏതൊക്കെ സ്റ്റേറ്റുകളാണ് അവർ റെഫ്യൂസ് ചെയ്തത്, ജോയിൻ ചെയ്യാൻ റെഫ്യൂസ് ചെയ്തു? അതായത് 561ഓളം പ്രിൻസിലി സ്റ്റേറ്റ്സ് ദേ ജോയിൻ. മോസ്റ്റ് ഓഫ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ജോയിൻ ഇന്ത്യൻ യൂണിയൻ, ബട്ട് 4 refused to join. ഏതൊക്കെയാണെന്ന് പ്രത്യേകം എഴുതുക. ജുനഗഡ്, കാശ്മീർ, ട്രാവൻകൂർ ആൻഡ് ഹൈദരാബാദ്. These states entrusted into the union using the combination of cancellation talks and military action. കൺസിലിയേഷൻ ടോക്സും മിലിറ്ററി ആക്ഷനും രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഈ 4 സ്റ്റേറ്റുകളെ കൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു.
ആ മിഷൻ കംപ്ലീറ്റ് ആക്കി. കൺസിലിയേഷൻ ടോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നയതന്ത്രപരമായിട്ടുള്ള ടോക്സ് നടത്തി, അവരുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ ചർച്ചയിലൂടെ ചില രാജ്യങ്ങൾ അവർ പറഞ്ഞു. പക്ഷെ മറ്റ് ചില പ്രിൻസിലി സ്റ്റേറ്റുകളെ നമുക്ക് മിലിറ്ററി ആക്ഷൻ വേണ്ടി വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറും ആ ചോദ്യവും നിങ്ങളുടെ മനസ്സിലിരിക്കണം. നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കത് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് ഗ്ലോബൽ റെക്കഗ്നേഷൻ ത്രൂ സെവറൽ പ്രൗഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ മിഷൻസ്. അപ്പോൾ നമ്മുടെ സ്പേസ് അച്ചീവ്മെൻറ്റ്സ്, സ്പേസ് സയൻസ്, അതൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കണ്ടേ? കാരണം ഇന്ത്യ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സയൻസിൻ്റെ ഏത് ഏരിയയാണ്? സ്പേസ് മിഷൻ. ആ ഒരു ഏരിയയിൽ നമ്മളുണ്ടാക്കിയ ആ ഒരു പ്രോഗ്രസ്, ആ ഒരു അച്ചീവ്മെൻറ്റ്സ്, അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റാണ്, നമുക്ക് പ്രൗഡായിട്ട് ഉള്ള ഒരു അച്ചീവ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്? നമ്മുടെ സ്പേസ് അച്ചീവ്മെൻറ്റ്സിനെ പറ്റി. ആര്യഭട്ട, ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ഓൺ April 19, 1975. അപ്പം ഏറ്റവും ബിഗിനിങ് മുതൽ തന്നെ നമ്മൾ സ്പേസ് ടെക്നോളജി, സ്പേസ് സയൻസ്, അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു. നമ്മൾ 1975 തന്നെ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു, ആര്യഭട്ട. ദെൻ ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻസ്, അത് ഏതൊക്കെയാണ്? ചന്ദ്രയാൻ 1, 2 and 3. ലൂണാർ എക്സ്പ്ലോറേഷനെ പറ്റി പറയുക, ചന്ദ്രയാൻ 1, 2 and 3. ദെൻ ദ മംഗളയാൻ മിഷൻ, മാർസ് ഓർബിറ്റർ മിഷൻ, മംഗളയാൻ 2013. മംഗളയാൻ എന്നുള്ള മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2013. ദ ആദിത്യ L1 മിഷൻ, അത് നമ്മുടെ സോളാർ അല്ലേ, സണ്ണിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് ആദിത്യ L1. അപ്പോൾ 3 കാര്യങ്ങൾ പറയുക. ഒന്ന് നമ്മുടെ ലൂണാർ മിഷൻ, രണ്ടാമത്തെ നമ്മുടെ സോളാർ, മൂന്നാമത്തെ നമ്മുടെ മാർസ്. India is also actively working towards the Gaganyaan mission, which aims to send humans into space. അപ്പോൾ നമുക്ക് മറ്റൊരു മിഷൻ കൂടിയുണ്ട്, അതിൻ്റെ പേര് ഓർത്ത് വെക്കുക, ഗഗൻയാൻ. സ്പേസിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള നമ്മുടെ ആ മിഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൻസറിൽ വേണ്ട പോയിൻറ്റ്സ്. ഇത് കാണുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്പേസ് മിഷനെ പറ്റി ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ദെൻ 55ാമത്തെ ക്വസ്റ്റിനിലേക്ക് വന്നേ. ദ പ്രോമിനൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ടഡ് ആഫ്റ്റർ ഫ്രീഡം. അപ്പോൾ അതിനെപ്പറ്റി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയായിരുന്നു? നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ വളരെ എക്സ്പേർട്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ദീർഘവീക്ഷണമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടി ഏറ്റവും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓരോന്നിൻ്റെയും പേരും അതേത് ഫീൽഡിലാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്ത്യയുടെ സയൻസിലുള്ള സ്പേസ് റിസർച്ച് ആകുമ്പോൾ നമ്മൾ മുമ്പേ പഠിച്ച ലൂണാർ, സോളാർ, മംഗളയാൻ, ആദിത്യ, അതെല്ലാം പറയുക സ്പേസ്. എന്നാൽ സയൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഇതാണ് പറയേണ്ടത്, സയൻസ് ആ ഒരു ഫീൽഡിലുള്ള അച്ചീവ്മെൻറ്റ്സ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതാണ് നമ്മൾ ആദ്യം പറയേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടായി. നമുക്കറിയാം, ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എൻജിനീയേഴ്സ് പഠിച്ചു വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IIT, ഏറ്റവും മിടുക്കർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തു. അത് നിങ്ങൾ ആദ്യം പറയുക, IIT. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, NIV, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് മറക്കാൻ പറ്റുകയില്ല, ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ.
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, നമുക്ക് ഇന്നും അഭിമാനം തരുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അന്നേ തുടങ്ങിയതാണ്, നമ്മുടെ ബിഗിനിങ്ങിൽ തന്നെ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്, AIIMS. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, DRDO. മറന്നുപോകല്ലേ, നമ്മുടെ ആയുധങ്ങളുടെ നിർമ്മാണം, ആ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണങ്ങളും നടക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, DRDO. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, IIM. അപ്പോൾ ഈ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് എല്ലാവരും പഠിച്ചു വെക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് ചോദിച്ചാൽ ഇത് നിങ്ങൾ എഴുതിക്കോണം. ഓക്കെ. അടുത്ത, ഹൂ ഈസ് ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി? ഇന്ത്യയുടെ ഫോറിൻ പോളിസി നമുക്കറിയാം, എന്നും നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി. ഇന്ത്യ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ എല്ലാ രാജ്യങ്ങളോടും എക്സിസ്റ്റൻസ് അല്ലേ, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അത് നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശത്രുക്കളില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ശത്രു ഉണ്ട്. അത് വേറെ ചില കാരണങ്ങളാൽ ഉള്ള ശത്രുതയാണ്. അല്ലാതെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായും നമ്മൾ നല്ല ഫ്രണ്ട്ലി റിലേഷനിലും എക്സിസ്റ്റൻസിലുമാണ് കഴിയുക. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു ഫോറിൻ പോളിസി ഉണ്ടായി വന്നത് നമ്മുടെ ബിഗിനിങ്ങിലാണ്, നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ കാലം തൊട്ട്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ് അതിൻ്റെ ആർക്കിടെക്റ്റ്. നമ്മുടെ രാജ്യത്തെ പല കാര്യങ്ങളുടെയും ആർക്കിടെക്റ്റ് ജവഹർലാൽ നെഹ്റു, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഫോറിൻ പോളിസിയുടെ ആർക്കിടെക്റ്റും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു. അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുകൂടി നമുക്ക് പഠിക്കാം. ജവഹർലാൽ നെഹ്റു ഫോർമുലേറ്റഡ് എ ഫോറിൻ പോളിസി ദാറ്റ് സേഫ്ഗാർഡ് ഔട്ട് നാഷണൽ ഇൻട്രസ്റ്റ്. ഓക്കെ, ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. അപ്പോൾ ആ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം, ആരാണ് നമ്മുടെ ഫോറിൻ പോളിസിയുടെ ആർക്കിടെക്റ്റ്? അപ്പോൾ അവിടെ നമ്മളൊരു ആൻസർ എഴുതുന്നു, ജവഹർലാൽ നെഹ്റു. അവിടെ നമുക്ക് ഒരു മാർക്ക് നമ്മൾ സെക്യൂർ ചെയ്തു. അടുത്തത്, നമ്മുടെ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവിടെ നമുക്ക് ബാക്കിയുള്ള മാർക്കുകൾ കിട്ടും. നോക്കിക്കേ, ഒന്നാമത്തേത്, ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി ആർ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, സ്റ്റാൻഡ് എഗനിസ്റ്റ് കൊളനൈസേഷൻ ആൻഡ് അപ്പാർത്തൈഡ്. എന്താ ഈ അപ്പാർത്തൈഡ്? വർണ്ണവിവേചനം, നമ്മൾ ദക്ഷിണാഫ്രിക്കയിലൊക്കെ കാണുന്ന പോലുള്ള അപ്പാർത്തൈഡ് അല്ലെങ്കിൽ കോളനൈസേഷൻ, ഇതിനൊക്കെ നമ്മൾ എതിരാണ്. അടുത്ത, പ്രൊട്ടക്ട് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവറിനിറ്റി. ഓക്കെ, നോൺ അലൈൻഡ് പോളിസി, നാം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നോൺ അലൈൻഡ് പോളിസി. ദെൻ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്, ചൈനയുമായിട്ട് നമ്മളുണ്ടാക്കിയ ഒരു നല്ല ഒരു എന്താണ് ഫോറിൻ പോളിസിയാണ് പഞ്ചശീൽ. ആ പഞ്ചശീൽ പ്രത്യേകം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. അടുത്ത ചോദ്യമാണ് ഇത്, ഞാൻ പെട്ടെന്ന് അങ്ങ് വിടുക, കാരണം നമുക്കതറിയാം. അടുത്ത് നോക്കിയേ, ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് പെർ ക്യാപിറ്റ ഇൻകം ഹാസ് സർട്ടൻ ഷോർട്ട് കമ്മിങ്സ്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നതിന് ചില ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇക്കണോമിക് ഗ്രോത്തിനെ പെർ ക്യാപിറ്റ ഇൻകം മാത്രം നോക്കി നമ്മളൊരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ അസസ് ചെയ്താൽ അത് അത്ര കറക്റ്റ് ആയിരിക്കത്തില്ല. കാരണം ഈ ഒരു ഇൻഡിക്കേറ്ററിനെ, അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന ഇൻഡിക്കേറ്ററിന് ചില ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഓൺലി ആൻ ആവറേജ് ഇൻകം. Information about the distribution and of inequality of wealth is not reflected in the income index. Since per capita income is calculated on the basis of national income, the limitations of calculating national income also affect per capita income. Factors that enhance the quality of life are not included in the scope of per capita income index. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകത്തിൽ നമ്മൾ വെറും ഇൻകം മാത്രമേ നോക്കുന്നുള്ളൂ, മറ്റ് ലൈഫ് ക്വാളിറ്റികളൊന്നും അവിടെ അസസ് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഒരു കുറവ്. അതുപോലെ നാഷണൽ ഇൻകത്തിൽ നിന്നാണ് പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കുന്നത്. അതെങ്ങനെയാണ്? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചില ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. ആ ഷോർട്ട് കമ്മിങ്സ് ഏതിലും അപ്പോൾ വരും? പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേഷനിലും ആ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവുന്നു. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു ആവറേജ് ഇൻകമാണ്. അതിൽ നിന്നും ഒരു രാജ്യത്തെ ആളുകളുടെ ഇനീക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ്. പഠിച്ചോണേ. ചോദ്യം പരിചയപ്പെട്ടല്ലോ. പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഷോർട്ട് കമ്മിങ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ് വെയർ adequate to meet the needs of the respective periods
ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അതാണല്ലോ ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്. നീതി ആയോഗൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ നീതി ആയോഗും നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനും. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അതായത് കോൺഗ്രസിൻ്റെ കാലത്തായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. ഇപ്പോൾ നമ്മുടെ BJP നമ്മുടെ പാർലമെൻറ്റ് മജോറിറ്റി ഉണ്ടാക്കി അവർ ഭരണം കൈയടക്കിയതോടുകൂടി, അല്ലെങ്കിൽ അവർ ഭരണത്തിലേക്ക് എത്തിയതോടുകൂടി അത് പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയിട്ട് അവർ നീതി ആയോഗിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു ക്രിയേറ്റ് എ വിഷൻ ഫോർ ഇന്ത്യസ് ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് ആൻഡ് പ്ലാൻസ്. ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് ആൻഡ് പ്ലാൻസ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ടു പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത് ത്രൂ ഇന്നോവേഷൻസ്, entrepreneurship and job creation, to collaborate with the international organizations and countries to leverage global diversity and resources. Okay, these are the objectives. അപ്പം പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവ്സിൽ നിന്നും ഒരു 3-4 പടി ഉയർന്ന ഒബ്ജക്റ്റീവ്സാണ് നീതി ആയോഗിന്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന നീതി ആയോഗിന് കുറച്ചുകൂടി ഹയർ ഗ്രേഡിലുള്ള ഒബ്ജക്റ്റീവ്സാണ്. അപ്പോൾ അതിനകത്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട 2 വാക്കുകളാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ആ വേർഡ്സ് വളരെ നല്ല വേർഡ്സാണ്, അത് തന്നെ നിങ്ങൾ എഴുതുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ടു പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത് ത്രൂ ഇന്നോവേഷൻസ്, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ജോബ് ക്രിയേഷൻ. ജോബ് കൊടുക്കുകയല്ല, നീതി ആയോഗ് പറയുന്നത് എന്താണ്? നമ്മൾ ജോബ് ക്രിയേറ്റ് ചെയ്യണം. To collaborate with international organizations and countries. അപ്പോൾ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സാണ് നീതി ആയോഗിന്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ ഇന്നോവേഷൻസ് ദാറ്റ് ലെഡ് ടു ദ വേരിയസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ പല വേരിയസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേബിളിലേക്ക് വരാം. ഇന്നോവേഷൻസ് ഓഫ് ദ സ്റ്റീം എഞ്ചിൻ, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ദ ഇറ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് ടു ഡിജിറ്റൽ ടെക്നോളജീസ് ഇൻക്ലൂഡിങ് AI. ഇത്രയുമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ പല സ്റ്റേജുകൾ. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയും. ആദ്യം ഇന്നോവേഷൻസ് ഓഫ് സ്റ്റീം എഞ്ചിൻ, എമർജൻസ് ഓഫ് ദ ഫാക്ടറി സിസ്റ്റം, ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഹോമിലും ചെറിയ രീതിയിൽ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനിൽ നിന്നും ഒരു ഫാക്ടറി സിസ്റ്റത്തിലേക്ക് മെഷീൻ ഉപയോഗിച്ചുള്ള ഒരു പ്രൊഡക്ഷനിലേക്ക് പോയി അങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത സംഭവമാണല്ലോ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ 18th സെഞ്ച്വറിയിൽ നിന്നും ഇന്നത്തെ സെഞ്ച്വറിയിൽ വന്ന് നിൽക്കുമ്പോൾ തുടക്കത്തിൽ എന്തായിരുന്നു? സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. നോക്കിക്കേ, സ്റ്റീം എഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്? ഫാക്ടറി സിസ്റ്റം, പ്രൊഡക്ഷൻ ചേഞ്ചായി, ട്രാൻസ്പോർട്ടേഷൻ കൂടി. രണ്ടാമത് കുറച്ചുകൂടി കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇലക്ട്രിസിറ്റി വന്നു. സ്റ്റീം മാറി. സ്റ്റീമിൻ്റെ ഉപയോഗം മൊത്തത്തിൽ സ്റ്റോപ്പായെന്നല്ല, സ്റ്റീമിനേക്കാൾ കുറച്ചുകൂടി ഹയർ ഗ്രേഡിലേക്ക് ഇലക്ട്രിസിറ്റി ആയി. യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദ പ്ലേസ് ഓഫ് സ്റ്റീം, എക്സ്പാൻഷൻ ഇൻ ടു ന്യൂ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള മെഷീൻസൊക്കെ കണ്ടുപിടിച്ചു. ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമേഷൻ, യൂസ് ഓഫ് റോബോട്ടിക്സ്, അതിപ്പോൾ കുറച്ചുകൂടി ഹയർ ഗ്രേഡിലേക്ക് വന്നു. അപ്പോൾ വർഷങ്ങൾ മുന്നോട്ട് പോയി. ഓക്കെ, അടുത്ത ഇറ ഓഫ് അഡ്വാൻസ് ടെക്നോളജി, ബിഗിനിങ് ഓഫ് ഇൻ്റർനെറ്റ്, സെൻസേഴ്സ് ആൻഡ് ബിഗ് ഡേറ്റ അനാലിസിസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഓക്കെ, നാനോ ടെക്നോളജി, അതെല്ലാം അതിനകത്ത് വരും. അടുത്ത ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് ടു ഡിജിറ്റൽ ടെക്നോളജി ഇൻക്ലൂഡിങ് AI. ഇപ്പോൾ അത് വന്ന് നിൽക്കുന്നത് എവിടെയാണ്? AI. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സസ്റ്റൈനബിൾ പ്രൊഡക്ടിവിറ്റി, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് സ്മാർട്ട് ഫാക്ടറീസ് ത്രൂ ടെക്നോളജീസ് ലൈക്ക് AI to IoT ആൻഡ് റോബോട്ടിക്സ്. നമുക്കറിയാം ഇപ്പം മനുഷ്യൻ തന്നെ ഈ രംഗത്തൊക്കെ വളരെ കുറവ് മതി. കാരണം എന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും AI വന്നതോടുകൂടി. അപ്പോൾ ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഗ്രേഡ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ തുടക്കം ഏതാണ്? സ്റ്റീം എഞ്ചിൻ. അടുത്ത 60 റിസോഴ്സസ്
can also be classified into different types based on the ownership. ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് റിസോഴ്സസിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? പേഴ്സണൽ, കമ്മ്യൂണിറ്റി, നാഷണൽ, ഇൻ്റർനാഷണൽ. പേഴ്സണൽ, കമ്മ്യൂണിറ്റി, നാഷണൽ, ഇൻ്റർനാഷണൽ. പേഴ്സണൽ റിസോഴ്സസ് ഏതൊക്കെയാണ്? ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ പേഴ്സണൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഹൗസ്, യാർഡ്, ഓൺ വെഹിക്കിൾസ്, നമ്മുടെ സ്വന്തം ഓൺ വെഹിക്കിൾസ്, ഹൗസ്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ വ്യക്തിയും ഓൺ ചെയ്യുന്ന റിസോഴ്സസ്, അതാണ് പേഴ്സണൽ റിസോഴ്സസ്. രണ്ടാമത്തത് എന്താണ് നമ്മൾ കണ്ടത്? എന്തൊക്കെയാണ് രണ്ടാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി റിസോഴ്സസ്. ഓക്കെ, കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേറ്റ് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. എക്സാമ്പിൾ, പബ്ലിക് പ്ലേ ഗ്രൗണ്ട്, പാർക്സ്. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ പേഴ്സണലി ഉള്ളതാണ്, നമ്മുടെ ഹൗസ്, നമ്മുടെ വെഹിക്കിള്, അതാണ് പേഴ്സണൽ. കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ പലർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പാർക്കുകളെ, അല്ലെങ്കിൽ പല മെമ്പേഴ്സും പോയി ഉപയോഗിക്കുന്ന പബ്ലിക് പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, അങ്ങനെയുള്ളതാണ് കമ്മ്യൂണിറ്റി. പിന്നെ നാഷണൽ ആയിട്ടുള്ളത്, നാഷണൽ റിസോഴ്സസ് ഏതാണ്? ഓൺഡ് ബൈ ദ നേഷൻ. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ നാഷണൽ റിസോഴ്സ് എന്ന് പറയുമ്പം ഇന്ത്യ ഓൺ ചെയ്യുന്ന റിസോഴ്സസ്, അത് മിനറൽസ് ആകാം, മിനറൽ ഡെപ്പോസിറ്റ് ആകാം, ഫോറസ്റ്റ് റിസോഴ്സസ് ആകാം, നാച്ചുറൽ റിസോഴ്സസ് ആകാം, വാട്ടർ ആകാം, എന്തും ആകാം. ഓക്കെ, അപ്പോൾ ആ നേഷൻ ഓൺ ചെയ്യുന്ന റിസോഴ്സിനെയാണ് എന്ത് പറയുക? നാഷണൽ റിസോഴ്സ്. ഇൻ്റർനാഷണൽ റിസോഴ്സ് എന്താണ്? ഓൺഡ് ബൈ ഇൻ്റർനാഷണൽ. പല രാജ്യങ്ങൾ ഓൺ ചെയ്യുന്നതാണ് ഇൻ്റർനാഷണൽ റിസോഴ്സസ്. എക്സാമ്പിൾ എന്താണ് പറയുക? എക്സാമ്പിൾ, മറൈൻ റിസോഴ്സസ് ബിയോണ്ട് 200 നോട്ട് ഈക്വൽ മൈൽ. ഓരോ രാജ്യത്തിൽ നിന്നും 200 നോട്ട് ഈക്വൽ മൈൽ ദൂരത്തേക്ക് ആ രാജ്യത്തിന് ഓരോ കടൽ ഭാഗവും അളന്നു കൊടുത്തിട്ടുണ്ട്. അത്രയും ഭാഗത്തെ റിസോഴ്സസ് ആ രാജ്യത്തിന് എടുക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഈ തീരത്തു നിന്ന് 200 നോട്ട് ഈക്വൽ മൈൽ ദൂരം വരെയുള്ള കടൽ ഇന്ത്യയുടെ സ്വന്തമാണ്. അപ്പം ആ കടലിലുള്ള അത് ഫിഷ് ആകട്ടെ, ഏത് റിസോഴ്സും ആകട്ടെ, ആ കടൽ തറയിൽ നിന്നും നമുക്ക് പെട്രോളിയമോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ഈ 200 നോട്ട് ഈക്വലും കഴിഞ്ഞു വരുന്ന മറൈൻ റിസോഴ്സസ് ഓരോ രാജ്യത്തു നിന്നും അത് എല്ലാവർക്കും കൂടി സ്വന്തമാണ്. അതാണ് അതിനൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അവിടെ പോയി ഏതൊരാൾക്ക് വേണമെങ്കിലും റിസോഴ്സസ് മൈൻ ചെയ്തെടുക്കാം, അല്ലെ പിടിച്ചെടുക്കാം. അപ്പം മറൈൻ റിസോഴ്സസ് 200 നോട്ട് ഈക്വൽ മൈൽ ഓരോ രാജ്യത്തു നിന്നും നമുക്കവിടെ കയറാൻ പറ്റുകയില്ല. ഓക്കെ, ബാക്കിയുള്ള ഏത് സ്ഥലത്തും പോയി ഏതൊരു രാജ്യത്തെയും പൗരനെ റിസോഴ്സസ് കൈക്കലാക്കാം. അപ്പോൾ അത് ഇൻ്റർനാഷണൽ റിസോഴ്സസ് ആണ്. മനസ്സിലായല്ലോ? അടുത്തത് 61, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി. മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൺവെൻഷണൽ എനർജിയും നോൺ കൺവെൻഷണൽ എനർജിയും. പലപ്പോഴും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു സംഭവമാണ് ഈ കൺവെൻഷണലും നോൺ കൺവെൻഷണലും. ഓക്കെ, അപ്പോൾ കൺവെൻഷണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. നോൺ റിന്യൂവബിൾ. എക്സാമ്പിൾ നോക്കിക്കേ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, കോള്, ഇതൊക്കെയാണ് നോൺ റിന്യൂവബിൾ കൺവെൻഷണൽ റിസോഴ്സസ്. മനസ്സിലായല്ലോ? അത് റിന്യൂ ചെയ്ത് വരത്തില്ല, എടുക്കും തോറും തീർന്നു പോകും. കോള് കുഴിച്ച് നമ്മൾ മൈൻ ചെയ്ത് എടുക്കും തോറും കോളിൻ്റെ അളവ് കുറയും. അതുപോലെ പെട്രോളിയം മൈൻ ചെയ്ത് എടുക്കും തോറും പെട്രോളിയത്തിൻ്റെ അളവ് ഭൂമിക്കകത്ത് കുറയും. അപ്പോൾ നമ്മൾ പിന്നെ അത് ആ മൈൻ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വീണ്ടും റിന്യൂവബിൾ ആകാത്തതാണ് കൺവെൻഷണൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾക്ക് എന്ത് പറയാം? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എടുക്കും തോറും വീണ്ടും വീണ്ടും ഉണ്ടായിക്കോളും, അല്ലേ? അതിനെ നമ്മൾ എന്താണ് പറയുക? നോൺ കൺവെൻഷണൽ എന്ന് പറയും. ഓക്കെ, അപ്പം നോൺ കൺവെൻഷണൽ അതാണ് ടൈഡൽ എനർജി, വിൻഡ് എനർജി, സോളാർ എനർജി, ഇതെല്ലാം നോൺ കൺവെൻഷണൽ റിസോഴ്സസാണ്. കാരണം എന്താ? സോളാർ എനർജി എപ്പോഴെങ്കിലും തീർന്നു പോവുമോ? ഇല്ല, അത് സ്റ്റോപ്പ് ആകുന്നില്ല. വിൻഡ് എനർജി, വേവ് എനർജി, ഇതൊക്കെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കൺവെൻഷണൽ റിസോഴ്സസിൽ നിന്നും നോൺ കൺവെൻഷണൽ റിസോഴ്സസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. കൺവെൻഷണൽ റിസോഴ്സസിനെ ആശ്രയിച്ച് നമ്മൾ ഇനി ഇരിക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് നോൺ റിന്യൂവബിളാണ്. നമ്മൾ ഏതിലേക്ക് മാറണം? നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ടൈഡൽ എനർജി, സോളാർ എനർജി, വേവ് എനർജി, വിൻഡ് എനർജി, അതിലേക്ക് നമ്മൾ ചേഞ്ച് ആകണം.
അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഇത് തറവാക്കി വെക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും മാറിപ്പോകത്തില്ല. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അടുത്ത 62, ഹോൾഡ് എ ഡിസ്കഷൻ ഓൺ വൺ വേ ക്യാൻ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ബി യൂട്ടിലൈസ്ഡ് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പം നോൺ കൺവെൻഷണൽ എനർജിയായ സോളാർ എനർജി, വിൻഡ് എനർജി, ഹീറ്റ് എനർജി, ടൈഡൽ എനർജി, ഇത് ഓരോന്നും എങ്ങനെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഇന്നത്തെ എനർജി സാധ്യതകളെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി ഒരു നീണ്ട ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഓരോന്നും നിങ്ങൾ പഠിക്കണം. സോളാർ എനർജി കണ്ടോ എന്തൊക്കെയാണെന്ന് നോക്കിയേ, അത് പ്രത്യേകം പഠിക്കുക. വിൻഡ് എനർജി അത് പ്രത്യേകം പഠിക്കുക. ഹീറ്റ് എനർജി, ദെൻ ടൈഡൽ എനർജി, നോൺ കൺവെൻഷണൽ കേട്ടോ, നോൺ കൺവെൻഷണൽ, ആ വേർഡ് മറന്നുപോലെ. ബയോ എനർജി ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് ബയോ എനർജി. ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റിലും നമ്മുടെ നോട്ടിലും ഒക്കെ ഉണ്ട്, നോക്കി പഠിക്കുക കേട്ടോ, നോക്കി പഠിച്ചോണം. നോൺ കൺവെൻഷണൽ എനർജി എന്താണെങ്കിലും നമുക്കറിയായിരിക്കണം. അത് ലോങ് ആൻസർ വന്നാലും ഷോർട്ട് ആൻസർ വന്നാലും നിങ്ങൾ എഴുതിക്കോണം. ഷോർട്ട് ആൻസർ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ നെയിംസ് മാത്രം മതി. ലോങ് ആൻസർ ആകുമ്പോൾ നമ്മൾ ഓരോന്നിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇന്ന് നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് വാസ് വൺ ഓഫ് ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അത് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. കമ്പയർ ദ 3 treaties ഇംപ്ലിമെൻറ്റഡ് ഫോർ ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. അപ്പം VP മേനോൻ പ്ലാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സിന് വേണ്ടി അവർ 3 ട്രീറ്റീസാണ് കൊടുത്തത്. ഒന്നാമത്തെ എന്താണ്? സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ. മൂന്നാമത്തത് മെർജർ എഗ്രിമെൻറ്റ്. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് എന്താണ്? ദ പ്രിൻസിലി സ്റ്റേറ്റ് ഷുഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാറ്റസ് കോ വാസ് ദ പ്രൊവിഷൻ ബേസ്ഡ് ഓൺ ദ എഗ്രിമെൻറ്റ്. അതായത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം, അതായിരുന്നു സ്റ്റാൻഡ് സ്റ്റിൽ. നിങ്ങൾക്കിതറിയാം, നമ്മളിങ്ങനെ കളിക്കാറുണ്ട് അല്ലേ, സ്റ്റാൻഡ് സ്റ്റിൽ. അതായത് ആ പ്രിൻസിലി സ്റ്റേറ്റ് ആ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റിൽ ഉപയോഗിച്ചാൽ എന്താണ്, അവരിപ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നോ അവിടെ നിന്നോണം. പാകിസ്ഥാനിൽ പോയി ചേരാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകരുത്, പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കരുത്. സ്റ്റാൻഡ് സ്റ്റിൽ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ യൂണിയനിലേക്ക് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് കൊടുക്കുക, അതാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ. അവർ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്യുന്നു, അതിനുള്ള കൺസെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനിയും മെർജർ എഗ്രിമെൻ്റ് എന്താണ്? This was an agreement for the complete accession of the princely states to the Indian Union. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ദ റൈറ്റ് ടു ഇന്റേണൽ സെൽഫ് ഗവൺമെൻറ് വാസ് ഓൾസോ ഗ്യാരണ്ടി. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷനും മെർജർ എഗ്രിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷനിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നു. പക്ഷേ അവർക്ക് അവിടുത്തെ ലോക്കൽ രാജാവിനെ കുറച്ച് അധികാരങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് സെൽഫായിട്ടൊരു അവിടെ ഒരു അഡ്മിനിസ്ട്രേഷനിലേക്ക് വരാം. എന്നാൽ മെർജർ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്ന ഒരു പ്രിൻസിലി സ്റ്റേറ്റിനെ ആ രാജാവിന് പിന്നീട് അഡ്മിനിസ്ട്രേഷനുള്ള യാതൊരു പവറും ഉണ്ടായിരിക്കില്ല, എല്ലാം ഇന്ത്യൻ ഗവൺമെൻറ് നടത്തും. അത് കംപ്ലീറ്റ് സറണ്ടറാണ് മെർജർ എഗ്രിമെൻറ്റ്, കംപ്ലീറ്റ് സറണ്ടർ. പിന്നീട് ആ പ്രിൻസിന് യാതൊരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറും ഉണ്ടായിരിക്കുന്നതല്ല, ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് പവർ മൊത്തം പോകും. അതേസമയം ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ ആണെങ്കിലോ ഇന്ത്യൻ യൂണിയനിൽ എഗ്രിമെൻറ്റിൽ നിൽക്കുന്നു, പക്ഷേ ലോക്കൽ കിങ്ങിന് കുറച്ച് പവേഴ്സൊക്കെ അവിടെ കിട്ടും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 3 തരത്തിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്, ദെൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ എന്നുള്ള എഗ്രിമെൻറ്റ്, മെർജർ എഗ്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഇനിയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.